Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഓരോ സ്മരണകളും അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാതൃക കടന്നു വരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാതൃകയെപ്പറ്റി അടിക്കടി വിശുദ്ധ ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഇബ്രാഹിം നബിയുടെ മാതൃക പറഞ്ഞപ്പോൾ മറ്റു പല നബിമാരുടെയും മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേകത ഇബ്രാഹിം നബിയുടെ മാതൃകക്ക് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം, ഇബ്രാഹീമിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ഉടനെ വല്ലദീന മഅഹു എന്നുകൂടി ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരിലും നിങ്ങൾക്ക് മാതൃക ഉണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൂടെ ജീവിച്ച മനുഷ്യന്മാർ, വിശ്വാസികളായ മനുഷ്യന്മാർ, അത് അദ്ദേഹത്തിൻ്റെ മക്കളാകട്ടെ, ഭാര്യമാരാകട്ടെ, അദ്ദേഹത്തിൻ്റെ മരുമക്കളാകട്ടെ, ഇവരൊക്കെ തന്നെയും മാതൃകയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അല്ലാത്ത ആളുകൾ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ അധികകാലമൊന്നും നിന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും പോകുമ്പോഴും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത്രയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നന്മ, അത് ആ കുടുംബവും മാതൃകയാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രത്യേകം അനുഗ്രഹം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൽ അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ സ്വലാത്ത് ചെയ്യണേ, ഗുണം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പറയുന്നത് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിമിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സ്വലാത്ത് ചെയ്തതുപോലെ. അപ്പോൾ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പ്രത്യേകം സ്വലാത്തിലും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കമാ ബറക്ത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം, അള്ളാഹു ഇബ്രാഹിമിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ബറക്കത്ത് നൽകിയതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും അദ്ദേഹത്തിനും ബറക്കത്ത് നൽകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഇബ്രാഹിം നബിയുടെ മാതൃകയുമായി അടുത്ത് നിൽക്കുന്നതാണ് ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൻ്റെ മാതൃക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഭാര്യമാരും ഇബ്രാഹിം നബിയുടെ മായി ബന്ധപ്പെട്ട പെണ്ണുങ്ങളും തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പെണ്ണുങ്ങൾ അത് ഏത് ബന്ധത്തിലുള്ളതാകാം. ചിലപ്പോൾ ഭാര്യയുടെ മക്കളുടെ ഭാര്യമാരാകാം,
അല്ലെങ്കിൽ സ്വന്തം ഭാര്യമാരാകാം. ഇങ്ങനെ എവിടെയൊക്കെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ പെണ്ണുങ്ങൾ വരുന്നുണ്ടോ അവരൊക്കെ തന്നെയും മാതൃകകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഭാഗമാണവർ, ഇബ്രാഹിം നബിയുടെ പെണ്ണുങ്ങൾ. ഇബ്രാഹിം നബിയുടെ പെണ്ണുങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്കെല്ലാവർക്കും മാതൃകയാണെന്നറിയാവുന്ന ഒരു മഹദിയാണ് ഹാജർ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഹാജറിൻ്റെ മാതൃകയിൽ പല രൂപങ്ങളും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഹാജറിൻ്റെ ജീവിതത്തിൽ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹാജറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതൃക പിന്തുടരുന്ന ഒരു കാര്യമാണല്ലോ സൊഫക്കും മർവക്കും ഇടയിലുള്ള സഅയ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഇന്ന സൊഫ വൽ മർവത മിൻ ശആയിരില്ല. അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് സൊഫ മർവ എന്ന് പറയുന്നത്. ഫമൻ ഹജ്ജൽ ബൈത അവ തഅമറ ഫലാ ജുനാഹ അലൈഹി അയ്യതവഫ ബിഹിമാ. അത് രണ്ടിനും ഇടയിൽ സഅയ് ചെയ്യുക എന്നുള്ളത് ഹജ്ജ് ചെയ്യുകയും ഉംറ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മാതൃകയായിട്ടുള്ള കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചരിത്രവും നമുക്കറിയാം. ഹാജറ ബീവിയുടെ ആ സഅയിൻ്റെ അതിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഹാജറിനെ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറിനെയും ഇസ്മായിലിനെയും തനിച്ചാക്കി പോകാൻ വേണ്ടി അള്ളാഹിൻ്റെ കൽപ്പന വരിക. ആ സമയത്ത് മക്കയുടെ ഒരു സ്ഥലത്ത് ഇബ്രാഹിമിനെയും ഇസ്മായിൽ നബിയെയും അദ്ദേഹത്തിൻ്റെ ഉമ്മയായ ഹാജറിനെയും വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇസ്മായിൽ നബി ഒരു ചെറിയ കുട്ടിയാണ്, മുലകുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. അവിടെ വത്തറക്കലഹ ജറാബ മിൻ തംറിൻ വസഖാഇൻ ഫീഹിമാ. ഇബ്രാഹിം നബി അവരുടെ ഒപ്പം ഒരു ചെറിയൊരു പൊതിയും വെച്ചിട്ടുണ്ട്, ഒരു തോൽപാത്രം. അതിൽ കുറച്ച് വെള്ളവുമുണ്ട്, കുറച്ച് ഈത്തപ്പഴവുമുണ്ട്. അത് വെച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി, വിശക്കുന്നുണ്ട്, പാല് കൊടുക്കാനൊന്നുമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ആ സമയത്ത് ഹാജറിൻ്റെ അവസ്ഥ അവിടെ ഹദീസിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഫന്തലഖത്ത് കറാഹിയത്തൻ തന്തുറയിലേഹി. ഹാജറിന് ആ കരയുന്ന കുട്ടിയെ നോക്കാൻ വിഷമം, അത് ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ സങ്കടമായിട്ട് ഹാജർ അവിടെ നിന്ന് നീങ്ങിപ്പോകാണ്. നീങ്ങിയിട്ട് തൊട്ടടുത്ത് സൊഫ കണ്ടു, ഏറ്റവും അടുത്ത് നിൽക്കുന്ന മല അതാണ്. അവിടേക്ക് കയറി അവിടെ നിന്നു. എന്നിട്ട് സുമ്മസ്തഖബലത്തിൽ വാദി, എല്ലായിടത്തും നോക്കാണ്. എന്തെങ്കിലും ഒന്ന് കണ്ണിൽപ്പെട്ടാൽ അവിടെ ചെന്ന് ആ ഭക്ഷണം അല്ലെങ്കിൽ ആ ചെടി എടുത്തുകൊണ്ട് വന്ന് അതിലെ ഫലങ്ങൾ കൊടുക്കാം, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അങ്ങനെ നോക്കുകയാണ്. ഫലം തറാഹദൻ, ഒരാളെയും കണ്ടില്ല, ആരും സഹായത്തിനില്ല. ഫഹബിത്തത്ത്, അവർ സൊഫയിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അകലെയുള്ള മർവയിലേക്ക് പോകാണ്. അവിടെയും നിന്നു, ആളുകൾ നോക്കി, ആരെയും കാണുന്നില്ല. നിർത്താതെ 7 തവണ ഹാജർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് സഅയ് എന്ന് പറയുക. സഅയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ ഫിഖ്ഹിൽ കാണുന്നത് അൽ ഇസ്റാഉ ഫിൽ മശീദ് വഹുവ ദൂനൽ ജരി, നടക്കുക എന്നുള്ളതല്ല, കുറച്ച് വേഗതയിൽ നടക്കുക, അതാണ് സഅയ് എന്ന് പറഞ്ഞാൽ. ആ ഹാജറിൻ്റെ പരക്കമ്പാച്ചിലിൻ്റെ സ്വഭാവം തന്നെ ആ സഅയിലുണ്ട്. അങ്ങനെ തിരക്ക് കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സ്ത്രീ, 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലിദാലിക സഅന്നാസു ബൈനഹുമാ. ഇതിനെ മാതൃകയാക്കിയിട്ടാണ് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഅയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണിതിൽ ഹാജറിൻ്റെ മാതൃക? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സഅയ് എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചെന്ന്, നമുക്ക് മാതൃകയാക്കിയത്? എന്തുകൊണ്ട് ആ ഉമ്മയുടെ പരക്കമ്പാച്ചിൽ ഇത്ര പ്രധാനപ്പെട്ടതായി? എന്തുകൊണ്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ആ ഒരു മുഹൂർത്തം, ഹാജറിൻ്റെ ജീവിതത്തിൽ ആ പ്രയാസകരമായ ആ രംഗം, അതെന്തുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വലിയ ഇബാദത്തിൻ്റെ ഭാഗമാക്കി തന്നു? അതിന് കാരണം മക്കൾക്ക് വേണ്ടി ഒരു മാതാവിൻ്റെ പരക്കം പാച്ചിലാണ് അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മകന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഉമ്മയുടെ വേദനയും പ്രയാസവും നമ്മൾ അനുഭവിക്കുകയാണതിൽ. ആ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ടതായിരിക്കണം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ പ്രശ്നമായിരിക്കണം സ്വന്തം മക്കളുടെ ക്ഷേമം. ആ ക്ഷേമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്, അതിലൊരു സംശയവുമില്ല. മക്കൾക്ക് നല്ല ന്യൂട്രീഷനുള്ള ഭക്ഷണം കിട്ടുക, അത് കൊടുക്കുക, അവരുടെ വളർച്ചയിൽ ഒരു തടസ്സവും വരാതെ അവർക്ക് ശാരീരികമായും മാനസികമായും ആരോഗ്യമുണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ഉമ്മയുടെ പരക്കം പാച്ചിൽ, അതല്ലേ യഥാർത്ഥത്തിൽ ഹാജറിൻ്റെ ആ സഅയിലൂടെ നമ്മൾ കാണുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠാണ്. ഇന്നത്തെ ഉമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവർ കാണേണ്ട ഒരു പാഠം.
ഇന്ന് മക്കളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന കാര്യത്തിൽ, അവർക്ക് വേണ്ടി അടുക്കളയിൽ കുറച്ച് പുക കൊള്ളുന്ന കാര്യത്തിൽ അറച്ചു നിൽക്കുന്ന, അതിൽ പ്രയാസം തോന്നുന്ന ഉമ്മമാരുണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മിക്കവാറും പലർക്കും വളരെ വിഷമം തോന്നും, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ടത്തെ ഉമ്മമാരും ഇന്നത്തെ ഉമ്മമാരും തമ്മിലുള്ള, അത് പ്രായവ്യത്യാസമൊന്നുമില്ല, ഇന്നത്തെ ഉമ്മമാരും പണ്ടത്തെ ഉമ്മമാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ഉമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി ഓരോന്നും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു ആസ്വാദനമായിരുന്നു എന്നുള്ളതാണ്. ഒരു മോളുടെ മുടി ചീകി കൊടുക്കുക, അതിൽ പേനൊന്ന് എടുത്തു കൊടുക്കുക, മുടി കെട്ടിക്കൊടുക്കുക, മുടഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഒരു ആസ്വാദനമായിരുന്നു അന്നത്തെ ഉമ്മമാർക്ക്. അന്നത്തെ ഉമ്മമാരത് വളരെ ആസ്വദിച്ചിരുന്ന പ്രവർത്തനങ്ങളാണ്. അവർക്കൊരു പണിയായിരുന്നില്ല അത്. അവർക്ക് പണി എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളാണ്. ഇത് അവർക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ആസ്വാദ്യകരമായ കാര്യമായിരുന്നു. ഇന്ന് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഒരു മകൾക്ക് വേണ്ടിയിട്ട് മുടി ചീക കൊടുക്കുക, പേൻ ചകഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ മുടി കെട്ടി കൊടുക്കുക, ഇതുപോലും ഇന്ന് പണിയായിട്ടാണ് ഇന്നത്തെ ഉമ്മമാർക്ക് അനുഭവപ്പെടുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ. പിന്നെ എന്താണ് അവർക്ക് ഇന്ന് ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം? മക്കൾക്ക് വേണ്ടിയുള്ളതും പണിയാണ്. അത് കഴിഞ്ഞ് സ്വന്തത്തിന് ആസ്വാദനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒറ്റക്കിരുന്ന് മൊബൈൽ നോക്കുക, സോഷ്യൽ മീഡിയയിൽ ചകയുക, ഇതൊക്കെയാണ് ഇന്ന് മീ ടൈം എന്നാണ് ഇന്ന് അതിന് ആധുനികമായ ടേം, ആധുനികമായ പദം എന്ന് പറഞ്ഞാൽ മീ ടൈം. മീ ടൈം എന്ന് പറഞ്ഞാൽ ഒരാളും ഇല്ലാത്ത, ഒരു ബന്ധത്തിൻ്റെ നൂലാമാലയും ഇല്ലാതെ ഒറ്റക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് ഇന്ന് ഏറ്റവും ആസ്വാദ്യകരമായി, ഇന്ന് പരക്കെ ആസ്വാദ്യകരമായി കൊണ്ട് അനുഭവപ്പെടുന്ന കാര്യം. ഇത് ആണും പെണ്ണും ഇതിലൊരു വ്യത്യാസമില്ല. പണ്ടത്തെ ഉപ്പമാർക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും വളരെ ആസ്വാദ്യകരമായിരുന്നു. ഇന്ന് അതും മാറിയിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ പറയുന്നത് ഹാജറിൻ്റെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഹാജറിൻ്റെ മാതൃകയാണ്. അവർ നമ്മൾക്ക് കാണിച്ചു തരുന്നത് മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് ആസ്വാദ്യകരമായി, അത് ഏറ്റവും പ്രധാനമായി കാണുന്ന ഉമ്മമാരുണ്ടാകണം എന്നുള്ളതാണ്. അത് ഇന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരു സംഭവം, ഒരു മോൻ, ആ മോനെ അവരുടെ രൂപം, അവരുടെ ശരീരം, ഇതൊക്കെ അവശ്യമായ രൂപത്തിലൊരു മോനെ കണ്ടിട്ട് ഉപ്പയും ഉമ്മയും പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടർമാരിൽ ചില ആളുകൾ പറഞ്ഞു ഇത് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്, ക്യാൻസറിന് ചികിത്സ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. ആ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ഏതോ ഒരു ഡോക്ടർ, ഒരു പഴയ ഡോക്ടർ പോയി കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് ക്യാൻസർ ഒന്നുമില്ല, ഈ കുട്ടിയുടെ ശരീരവും അവരുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങളൊക്കെ അവർക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടായിട്ടാണ്. ന്യൂട്രീഷൻ എന്താ? പോഷകകരമായ ഭക്ഷണം കിട്ടാനിട്ടാണ്. ഇവരെന്താണ് രാവിലെ കഴിക്കുക, ഉച്ചക്ക് കഴിക്കുക, രാത്രി കഴിക്കുക, അതൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ ആ മാതാവ് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ തിരക്കിലായതുകൊണ്ട് എനിക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല, രാവിലെ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണം, അല്ലെങ്കിൽ എടുത്തു വെച്ച് വേഗം ഒഴിവാക്കാൻ പറ്റുന്ന ഭക്ഷണം, ഒന്നുകിൽ ബിസ്ക്കറ്റ് കൊടുക്കും, അല്ലെങ്കിൽ അത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കും. പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു 3 നേരവും നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി അവർക്ക് കൊടുക്കുക, പച്ചക്കറിയും ഇറച്ചിയും മുട്ടയും ഒക്കെ ചേർത്തിയിട്ട് കൊടുക്കുക. ഈ കുട്ടിക്ക് ക്യാൻസർ ഒന്നുമില്ല, ഇത് മര്യാദക്ക് ഭക്ഷണം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ അനുഭവിക്കുന്ന മക്കൾ നമ്മളുടെയൊക്കെ കുടുംബത്തിൽ, നമ്മളുടെയൊക്കെ ചുറ്റുപാടുമുണ്ട്. അവർക്കൊന്നും നല്ല ഭക്ഷണം കിട്ടുന്നില്ല. ഒരു കൗൺസിലിംഗ് നടത്തിയ സമയത്ത് കൗൺസിലിങ്ങിൽ വന്ന ഒരു പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് എനിക്ക് ഓർമ്മയില്ല. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വിരുന്ന് പോയാൽ അവിടെ ഞാൻ ആർത്തിയോടുകൂടി പ്രഭാത ഭക്ഷണം കഴിക്കും. അത് കാണുമ്പോൾ അവർ, ആ വിരുന്നുകാർ, ആതിഥേയർ അത്ഭുതപ്പെടും, എന്തായി കുട്ടി ഇങ്ങനെ കഴിക്കുന്നത്. കാരണം രാവിലത്തെ ഭക്ഷണം ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഓരോ വീടുകളും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? കൃത്യമായ ഉറക്കം വേണം, രാവിലെ എണീറ്റ ഉടനെ പണി തുടങ്ങാൻ കഴിയില്ല. ഇതൊക്കെ കഷ്ടപ്പാടുകളാണ്, പണിയാണ്. അതിനൊന്നുമല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് മീ ടൈമും, എനിക്ക് എൻ്റെ സമയവും എൻ്റെ ആസ്വാദനവും ചിന്തിക്കാനും ചെയ്യാനും ഉള്ളതാണ് എന്നുള്ള ഇൻഡിവിജ്വലിസം ഇന്ന് നമ്മളുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാതാക്കൾ ഇങ്ങനെ മാറുന്നു എന്നുള്ളത് ഒരു പൊതു പ്രതിഭാസമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉമ്മമാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവർക്ക് നൽകിയ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും ചോദ്യം ചെയ്യപ്പെടും.
ഇന്ന് സുഭിക്ഷമായി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവർക്ക് പോഷകകരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള മടി കാരണം, അതെനിക്ക് ആസ്വാദനമില്ല എന്ന് തോന്നുന്നത് കാരണം, ആ സമയത്ത് എനിക്ക് കുറച്ച് നേരം കൂടി മൊബൈൽ കാണാമായിരുന്നു എന്ന് തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന കൃത്യവിലോപം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ എണ്ണി എണ്ണി പറയേണ്ടി വരുമെന്ന പേടി നമുക്കുണ്ടാകണം. അത് ഒരു ഉമ്മമാരുടെ, ഏതൊരു ഉമ്മമാരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഉമ്മയുടെയും അപ്പയുടെയും ചിത്രം വരക്കാൻ പറഞ്ഞപ്പോൾ മുഖത്തിൻ്റെ ഭാഗത്ത് ഒരു ഫോണിൻ്റെ ചിത്രം വരച്ചു വെച്ച അങ്ങനത്തെ പിഞ്ചോമനകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ചോദിക്കപ്പെടും. അല്ലാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലാഹ് തന്ന ഈ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളുടെ മക്കൾ. ആ അനുഗ്രഹത്തെ നമ്മൾ വില വെക്കാതെ പോകരുത്. അതിലേറ്റവും കൂടുതൽ വില വെക്കേണ്ടത് ഉമ്മമാരാണ്, അതിലൊരു സംശയമില്ല. കാരണം ഉമ്മമാരിൽ നിന്ന് കിട്ടേണ്ടത് ഉപ്പമാരിൽ നിന്ന് കിട്ടൂല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുന്നില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി പെരുമാറേണ്ടത്, സഹവസിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ 3 വട്ടം ഉമ്മയെ പറഞ്ഞു, 4ാമത്തെ വട്ടമാണ് ഉപ്പയുടെ കാര്യം പറഞ്ഞു. എന്താ കാരണം? ഉമ്മക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളോടുള്ള സഹവാസത്തിൽ നന്മ ചെയ്യാനും നമ്മളെ വളർത്താനും കഴിയുക. നമ്മളുടെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മളുടെ വൈകാരികമായ വളർച്ച. ഈ വൈകാരികമായ ഇമോഷണലായിട്ടുള്ള വളർച്ച ഒരിക്കലും ഒരു ഉപ്പക്ക് പകരം വെക്കാൻ കഴിയില്ല. അത് നമ്മളുടെ ജൈവശാസ്ത്രം എടുത്തു നോക്കിയാലും ശാസ്ത്രീയമായി എടുത്തു നോക്കിയാലും ഒക്കെ ഇതാണ് കാണുക. പെണ്ണിൻ്റെ തലച്ചോറിനെ പറ്റി പഠിച്ചൊരു പുസ്തകമുണ്ട്, ദ ഫീമെയിൽ ബ്രെയിൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്ക് അവരുടെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഗം വലുതാണ്. ആ ഭാഗം എന്താ ചെയ്യുന്നത്? അത് നമ്മളുടെ വികാരങ്ങളെ അളക്കുന്ന ഭാഗമാണ്. നമ്മളുടെ വികാരങ്ങളെ കണക്കുകൂട്ടുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എമ്പതി, മറ്റുള്ളവരോടുള്ള അനുകമ്പ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ്. കുട്ടികളോട് അനുകമ്പ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ്. കാരണം അവരുടെ തലച്ചോറ് എങ്ങനെയാണ്. അവരുടെ ഹോർമോണുകൾ എടുത്തു നോക്കിയാൽ ഈസ്ട്രജനും ഓക്സിറ്റോസിനും ഒക്കെ നമ്മളുടെ ശരീരത്തിൽ മറ്റു ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോണുകൾ, എമ്പതി ഉണ്ടാക്കുന്ന വൈകാരികമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോണുകൾ, ഇതൊക്കെ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ്. അപ്പോൾ ഉപ്പക്ക് പകരം വെക്കാൻ കഴിയില്ല ഉമ്മയെ. ഉമ്മ തന്നെ വേണം ഒരു കുട്ടിയുടെ അടുത്ത്. ജനിച്ച 6 മണിക്കൂറിനുള്ളിൽ നവജാത ശിശു തൻ്റേതാണോ എന്ന് മണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഒരു ഉമ്മക്ക് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ, അവരുടെ കോപവും അവരുടെ വെറുപ്പും അവരുടെ ഇഷ്ടവും അവരുടെ സന്തോഷവും അവരുടെ ദുഃഖവും കാണിക്കുന്ന ചിത്രങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ചില ശാസ്ത്രജ്ഞന്മാർ. എന്നിട്ട് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറഞ്ഞു, ഈ കുട്ടിയുടെ മനസ്സിൽ ഇപ്പം എന്താ ഉള്ളത്, ഈ കുട്ടിയുടെ മുഖം നോക്കിയിട്ട് പറയണം ഈ കുട്ടിക്കിപ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്, ദേഷ്യമാണോ വെറുപ്പാണോ ഭയമാണോ ഇഷ്ടമാണോ എന്താണ് അനുഭവപ്പെടുന്നത് എന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഉമ്മമാരാണ് ഏറ്റവും കൃത്യമായി, പെണ്ണുങ്ങളാണ് ഏറ്റവും കൃത്യമായി കുട്ടികളുടെ മുഖം നോക്കിയിട്ട് അവരുടെ വികാരങ്ങൾ പറയുന്നത്. ആണുങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പുരുഷനും ഉമ്മയാകാൻ കഴിയില്ല, മാതാവാകാൻ കഴിയില്ല. വൈകാരികമായ വളർച്ചയും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാനും അത് പുഷ്ടിപ്പെടുത്താനും ഒരു പുരുഷന് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ ജൈവശാസ്ത്രം. അതുകൊണ്ട് ഉമ്മമാരിത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ മക്കൾ, നമുക്കിപ്പോൾ ജോലി ഉണ്ടെങ്കിൽ, പെണ്ണുങ്ങൾ പലരും ജോലി ചെയ്യാണ്. ആ ജോലി ചെയ്യുന്ന സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കോട്ടെ, ഭർത്താവൊന്ന് നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ വൈകാരികമായ സാന്നിധ്യവും സഹവാസവും അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലി ചെയ്യേണ്ടെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് ജോലി ചെയ്യുമ്പോഴും തൻ്റെ മകന് വൈകാരികമായി കിട്ടേണ്ട സ്നേഹവും അനുകമ്പയും ഒക്കെ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അതിന് സമയം കണ്ടെത്തേണ്ടതും ഉമ്മമാരാണ്. വീട്ടിൽ വന്നാൽ, ജോലി കഴിഞ്ഞ് വന്നാൽ സമയം കിട്ടുമ്പോഴൊക്കെ അവരുമായി ചെലവഴിക്കാൻ, അവരുമായി വൈകാരികമായി ബന്ധമുണ്ടാക്കാൻ, അവർക്ക് സ്നേഹം കൊടുക്കാൻ, അനുകമ്പ കൊടുക്കാൻ, ഈ ലോകമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇതൊരിക്കലും കേവലം ദ്രോഹത്തിൻ്റെയും ക്രൂരതയുടേതും അല്ല എന്ന് അവരുടെ ചിന്തക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഉമ്മക്കാണ് കഴിയുക. കാരണം ഉമ്മയുടെ സഹവാസം കിട്ടാതെ വളർന്ന മക്കളെ പറ്റിയിട്ട് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവരേറ്റവും കൂടുതൽ സമൂഹത്തിനെതിരായവരായിക്കൊണ്ട് വളരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിനെതിരാവാതെ കാരുണ്യമുള്ള, മനുഷ്യന്മാരോട് കരുണ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്നവരായി നമ്മളെ മക്കൾ വളരണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്, ഉമ്മയുടെ സഹവാസം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയായി കാണിക്കുന്നത് ഹാജറിൻ്റെ ജീവിതത്തിലാണ്. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുക, മക്കൾക്ക് വേണ്ടി പ്രയാസം അനുഭവിക്കുക, ഇതൊക്കെ ഏറ്റവും മഹത്തരമായൊരു മാതൃകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിലുള്ള മറ്റ് സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബിയുടെ മരുമക്കൾ,
ഇബ്രാഹിം നബിക്ക് മരുമക്കളുണ്ടായിരുന്നു. 2 മരുമക്കളെ പറ്റി ഹദീസിൽ നമുക്ക് കാണാം. സ്വഹീൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ഇസ്മായിൽ നബി വളർന്നതിന് ശേഷം ഇസ്മായിൽ നബി കല്യാണം കഴിച്ചതിന് ശേഷം ഇസ്മായിൽ നബിയെ കാണാൻ പോകുന്ന രംഗം ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വളർന്ന് വലുതായി യുവാവായി ഒരു ഭാര്യയായി ജീവിക്കുന്ന ഇസ്മായിൽ നബിയുടെ വീട്ടിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോവാണ്. ആ പോയ സമയത്ത് അവിടെ ഒരു സ്ത്രീയെയാണ് കണ്ടത്. ആ സ്ത്രീ വാതിൽ തുറന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ മരുമകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്മായിൽ നബിയുടെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയോട് ചോദിച്ചു, എവിടെയാണ് മോൻ, എവിടെയാണ് ഇവിടെയുള്ള ആൾ? മോനാണെന്നൊന്നും പറഞ്ഞില്ല, എവിടെയാണ് ഈ ആള് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖറജ യബ്തഗി ലനാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ സമ്പാദിക്കാനും ജോലിയെടുക്കാനൊക്കെ പോയിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മരുമകളോട് ചോദിക്കുകയാണ്, ആരാണെന്ന് പറയാതെ ചോദിക്കുകയാണ്, അൻ ആയിഷിഹിം വഹയ്യത്തിഹിം, അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം എന്താണ്, ജീവിക്കാനൊക്കെ വകയുണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ സ്ത്രീ ആരാണെന്നറിയാതെ ഏതോ ഒരു മനുഷ്യൻ വന്ന് സംസാരിച്ചപ്പോൾ തന്നെ ആ മനുഷ്യനോട് പറയാണ്, നഹ്നു ബിശർരിൻ, ഞങ്ങൾ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലാണ്, വനഹ്നു ഫീ ളൈകിൻ വശിദ്ദത്തിൻ, ഞങ്ങൾ വളരെ കുടുസായിട്ടാണ് ജീവിക്കുന്നത്, വകയൊന്നും അധികമില്ല, വിശാലതയൊന്നുമില്ല ജീവിതത്തിന്, സമ്പത്തും ഇതൊക്കെ കുറവാണ് എന്ന് പരാതികൾ വശക്കത്തിയിലേഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതൊക്കെ കേട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോകുന്ന സമയത്ത് ആ സ്ത്രീ ചോദിച്ചു, ഇസ്മായിൽ വന്നാൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെ, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പറയണം, നിങ്ങളുടെ വീടിൻ്റെ വാതിൽ പലക മാറ്റാൻ വേണ്ടി പറയണം. അത് ആ വാതിൽ പലക മാറ്റാൻ പറഞ്ഞാൽ മതി, അത് ഇസ്മായിലിന് അത് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോവാണ്. ഭർത്താവ് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, വലിയ ഹൈറ്റുള്ള ഒരു മനുഷ്യൻ, അയാൾ വന്നിട്ട് കുറേ സംസാരിച്ചു, ഞാൻ പലതും ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളോട് പറയാൻ, നിങ്ങളുടെ വീടിൻ്റെ വാതിൽ പലക അത്തബത്ത ബാബിക്, നിന്റെ വീടിൻ്റെ വാതിൽ പലക മാറ്റണം എന്ന് ഒരു വസിയത്തും തന്നിട്ടാണ് അയാൾ പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞു, ദാക്കി അബി വഖദ് അമറനി അൻ ഉഫാരിഖക്, ഇത് ആ വന്നത് എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉപ്പ വാതിൽ പലക മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീയുമായിട്ട് ഉള്ള ബന്ധം ഒഴിവാക്കണം എന്നുള്ളതാണ്. നീ നല്ലൊരു ഭാര്യയല്ല എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് ഇൽഹഖി ബി അഹ്ലിക്, നിന്റെ വീട്ടിലേക്ക് നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവരെ ഫതൊല്ലഖഹ, അവരെ വിവാഹമോചനം നടത്തി. ഫതസവ്വജ മിൻഹു മുഖറ, എന്നിട്ട് മക്കയിൽ നിന്നുള്ള വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. ആ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും വന്നു. വീട്ടിൽ കയറി, കൈഫ അൻതും, എന്താണ് നിങ്ങളുടെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. ആരാണെന്ന് പറഞ്ഞിട്ടില്ല. വസഅല അൻ ആയിഷിഹിം വഹയ്യത്തിഹിം, അവരുടെ അവസ്ഥയും കോലൊക്കെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നഹ്നു ബി ഖൈരിൻ വസഅത്തിൻ, ഞങ്ങൾ നല്ല സുന്ദരമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്, നല്ല വിശാലത ഞങ്ങൾക്കുണ്ട്. അസ്നത്ത് അല്ലാഹു അലി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, മാ തുആമുക്കും, നിങ്ങൾ കഴിക്കുന്നത് എന്താ, സ്ഥിരമായ ഭക്ഷണം എന്താണ്? അല്ലാഹ്, ഞങ്ങൾ കഴിക്കാറുള്ളത് ഇറച്ചിയാണ്. ഫമാ ശറാബുക്കും, നിങ്ങളുടെ വെള്ളം എന്താണ്? ഖാലത്തൽമ, വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ വെള്ളവും ഇറച്ചിയുമാണ് അവിടെ കിട്ടുന്ന ഭക്ഷണം. ആ ഭക്ഷണം കഴിച്ചിട്ട് മുന്തിയ ഭക്ഷണങ്ങളൊന്നുമില്ല. അവിടെ വേട്ടയാടിയിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമക്ക് എന്താ കിട്ടുന്നത് അത് തിന്ന് അങ്ങനെ വിരക്തമായൊരു ജീവിതമാണ് നയിക്കുന്നത്. പക്ഷെ ആ പെണ്ണ് പറയുന്നതൊക്കെ ഖൈറാണ്, എല്ലാം ഖൈറിലാണ്, എല്ലാം നന്മയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ വെച്ച് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാരിക് ലഹും ഫിൽ ലഹ്മി വൽ മാ, അവരുടെ വെള്ളത്തിലും അവരുടെ ഭക്ഷണത്തിലും അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. പോകുന്ന സമയത്ത് ഈ സ്ത്രീ ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഇസ്മായിലിനോട് പറയണോ? അതെ, നിങ്ങൾ ഒരു വസിയത്ത് നൽകണം, ഞാൻ പറഞ്ഞതായിട്ട് ഇങ്ങനെ പറയണം, നിന്റെ വാതിൽ പലക അതവിടെ ഉറപ്പിക്കണം എന്ന് നിങ്ങൾ പറയണം എന്ന് ഭാര്യയോട് ഉപദേശിക്കുകയാണ്. ഭാര്യ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഭർത്താവ് വന്ന സമയത്ത് പറഞ്ഞു, ഒരാൾ വന്നിരുന്നു, ഇങ്ങനൊക്കെ പറഞ്ഞു. ഇസ്മായിൽ നബി ചോദിച്ചു, എന്തെങ്കിലും വസിയത്ത് തന്നോ, എന്തെങ്കിലും ഉപദേശം തന്നോ? അതെ, വസിയത്ത് ചെയ്തു. ഹുവ യഖ്റഉ അലൈക സലാം, നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വയ അമുറുക്കായ, താങ്കളോട് കൽപ്പിക്കാനും പറഞ്ഞു. അൻ തുസ്ബിത അത്തബത്ത ബാബിക്, നിങ്ങളുടെ വീടിൻ്റെ പലക, വാതിൽ പലക അത് ഉറപ്പിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുകയും ചെയ്തു.
അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞു, ദാക അബി, അതെൻ്റെ ഉപ്പയാണ്. വ അൻതൽ അതബത അമറനി അൻ അംസികുക, നിന്നെ വെക്കാനും ഉറപ്പിക്കാനും പറഞ്ഞത്, വാതിൽപ്പലക ഉറപ്പിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നിന്നെ ഉറപ്പിക്കാനാണ്, നിന്നെ ഭാര്യയായി ജീവിതത്തിൽ ഉൾക്കൊള്ളാനാണ് എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഭാര്യയോട് പറഞ്ഞു എന്ന് ബുഖാരിയിലെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ അത്തബത്ത് ബാബ് എന്നുള്ളതിനെ വിശദീകരിച്ച്, വാതിൽ പലക എന്നതിനെ വിശദീകരിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയാണ്, കിനായത്തുൻ അനിൽ മർഅ, ഒരു സ്ത്രീയെ അവിടെ ഉപമിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്. കാരണം ഇബ്രാഹിം നബി ആകട്ടെ മകൻ ഇസ്മായിൽ ആകട്ടെ അവരൊക്കെ നിർമ്മാണ പണിക്കാരാണ്, അവരൊക്കെ കൽപ്പണിക്കാരാണ്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് കാബ ഉണ്ടാക്കിയത്, സ്വന്തം കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ മേസ്തിരികൾ അല്ലെങ്കിൽ കൽപ്പണിക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ നിർമ്മാണ തൊഴിലുമായി ബന്ധപ്പെട്ട ഉപമ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ സ്ത്രീയെ, ഭാര്യമാരെ അദ്ദേഹം ഉപമിച്ചപ്പോൾ മകന് ആ ഉപമ മനസ്സിലായി. അതെന്താണതിന് കാരണം? ഒരു വീടിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ വാതിലും വാതിൽ പലകയും, അത്രയും പ്രധാനപ്പെട്ടതാണ് ഒരു പുരുഷൻ്റെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭാര്യ എന്ന് പറയുന്നത്. വഹുവ ഹിഫ്ളുൽ മബാബ്, വാതിൽ കാവൽ നിൽക്കുന്നതും അത് സുരക്ഷിതമാക്കുന്നതും, ആ വീടിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ആ വാതിലിൻ്റെയും വാതിൽ പലകയുടെയും ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. വസൗനു മാഫു ഹുവ ദാഖിലു, ആ വീടിൻ്റെ ഉള്ളിലുള്ള മനുഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷമായ ആളുകൾ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ ഇതൊക്കെ മറച്ചു വെക്കുന്നതും ഈ വാതിലാണ്. ഈ വാതിലില്ലാത്ത വീട്ടിൽ ആർക്കും എപ്പോഴും കയറിച്ചെല്ലാം, ആർക്കും എന്തും കാണാം, അവരുടെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇതൊന്നുമില്ലാതെ കുടുംബത്തെ സംരക്ഷിക്കുകയും അത് കാത്തു സൂക്ഷിക്കുകയും കുടുംബത്തിന് സുരക്ഷിതത്വമായി കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നത് ഒരു വീട്ടിലെ പെണ്ണാണ്. ആ പെണ്ണ് അങ്ങനെ ആയില്ല എങ്കിൽ ആ വാതിൽ പലക ദുർബലമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വീട്ടിലെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുഴപ്പങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളായിരുന്നില്ല. ആളുകൾ കാണുമ്പോൾ, മനുഷ്യന്മാർ കാണുമ്പോൾ ഏറ്റവും സുരക്ഷിതവും സന്തോഷവും കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തെയാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരൊക്കെ കാണുന്നത്. ആ രൂപത്തിൽ നമ്മളുടെ വീടിൻ്റെ കാവൽക്കാരായി കൊണ്ട് മാറാൻ പെണ്ണുങ്ങൾക്ക് സാധിക്കണമെന്നുള്ള സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മരുമകൾ അല്ലെങ്കിൽ മരുമക്കളിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാനും ആ പെണ്ണുങ്ങളുടെ മാതൃക ഉൾക്കൊള്ളാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാതൃകയായിക്കൊണ്ട് അവരുടെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലുള്ള സ്ത്രീകളെ പ്രത്യേകം പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് സാറ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഭാര്യ. ഇബ്രാഹിം നബിയെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാന അവ്വല മൻ ളയ്യഫൽ ലൈഫ് ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അതിഥികളെ കുറേ ആദരിക്കുന്ന മനുഷ്യനായിരുന്നു എന്നാണ്. എല്ലാവരെയും, ഭക്ഷണമില്ലാത്ത മനുഷ്യന്മാർ, ഇന്നത്തെ കാലം പോലെയല്ല, ഇന്നിപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ട് നമ്മളെ ചുറ്റുപാടുള്ളവർക്കൊക്കെ. പക്ഷേ അന്ന് ഒരുപാട് വഴിയാത്രക്കാരുണ്ടാവും, താമസിക്കാൻ സത്രങ്ങളോ ഹോട്ടലുകളോ ഒന്നുമില്ലാത്ത കാലമാണ്. ആ സമയത്ത് ആളുകൾ വിശന്ന് വലഞ്ഞ് നടക്കുന്നുണ്ടാവും. രാത്രി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ അവരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഉള്ളതെന്താണോ അതൊക്കെ അവർക്ക് സമർപ്പിക്കുന്ന ഒരു സ്വഭാവം ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് തന്നെ ലഭിച്ചു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അബുൽ ലൈഫാൻ, അതിഥികളുടെ പിതാവ് എന്ന പേര് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. നമുക്കറിയാം, ഖുർആനിൽ മലക്കുകളെ മലക്കാണെന്നറിയാതെ വിളിച്ചു കൊണ്ടുവന്നു. നാട്ടിൽ കാണാത്ത പരിചയമില്ലാത്ത യാത്രക്കാരാണ്, അവർക്ക് എന്തെങ്കിലും വേണ്ട എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ ആ മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോഴാണ് ആ മലക്കുകൾ പറയുന്നത്, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല, ഞങ്ങൾ വന്നത് നിങ്ങൾക്കൊരു കുട്ടി പിറക്കാൻ പോകുന്നുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാനും ലൂത്തിൻ്റെ സമൂഹത്തിൽ ശിക്ഷ നടപ്പാക്കാനുമാണ്. ഇത് ഖുർആനിൽ പരാമർശിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ഒരു സ്വഭാവമായിരുന്നു ആളുകളെ കൊണ്ടുവരിക വീട്ടിൽ, എന്നിട്ട് അവർക്കൊക്കെ ഭക്ഷണം നൽകുക. ഉദാരമായി സംഭാവന ചെയ്തിരുന്ന, ആളുകൾക്ക് ഒരുപാട് വിളമ്പിക്കൊടുത്തിരുന്ന, ഭക്ഷണം കൊടുത്തിരുന്ന മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം.
ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ആ ഭക്ഷണം ഉണ്ടാക്കാനും പാകം ചെയ്യാനും ആളുകളെ സാമ്പത്തികമായി സഹായിക്കാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് സാറയാണ് എന്നുള്ളത് ഹദീസിലും ഖുർആനിലും എമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ആ മലക്കുകളെ വിളിച്ചു വരുത്തിയപ്പോഴും അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഒരു മൂരിയെ അറുത്ത് കൊണ്ടുവന്ന് ഭാര്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഭാര്യ ഒരിക്കലും ഒരു മറുവാക്ക് പറഞ്ഞിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഈ സാമ്പത്തികമായി ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇത്രയും ആൾക്കാർക്ക് ഇങ്ങനെ കാശ് വാരിക്കോരി കൊടുക്കുന്നത് എന്തിനാ എന്നൊരു വാക്ക് പോലും സാറയു എന്ന് പറയുന്ന ഭാര്യയുടെ വായിൽ നിന്ന് വന്നില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫസാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഅജ്ലിൻ സമീൻ. ഫറാഗ ഇലാ അഹ്ലിഹി, അദ്ദേഹം തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരിഞ്ഞു, ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് ഭക്ഷണവും കൊണ്ടുവരികയാണ്. എന്നുവെച്ചാൽ ഭാര്യ അതിന് റെഡിയായി നിൽക്കുകയാണ്. എല്ലാ ദിവസവും സാമ്പത്തികമായി മനുഷ്യന്മാരെ സഹായിക്കാൻ ഭർത്താവിന് കൂടെ സാറയുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണാണ്. അങ്ങനെയുള്ള ഭാര്യമാർ നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഓരോ ഭാര്യമാരും അങ്ങനെയായി മാറണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ധനത്തെപ്പറ്റി പ്രവാചകൻ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വഹാബികളിൽ ചില ആളുകൾ ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല ധനം. അപ്പം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല ധനം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഭാര്യമാരാണ് ഏറ്റവും നല്ല ധനം. ഈ ലോകത്തൊരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മക്കും കൂടെ ഞാനുണ്ട്, കൂടെ എല്ലാത്തിനും റെഡിയായി ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനം, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളൊക്കെയും മാതൃകയായിരുന്നു. ഇബ്രാഹിം നബിയുടെ കുടുംബം, വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ, അവരും നിങ്ങൾക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ ഖുർആനിലും ഹദീസിലും കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു കുടുംബം ഉള്ള മനുഷ്യന്മാരിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ കുടുംബവും ആ മാതൃകയെ പിന്തുടരുന്ന അവസ്ഥയിലേക്ക് ഉയരാൻ ആത്മീയമായി അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.